ഇടുക്കി കട്ടപ്പനയിൽ +2 വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ചതിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂക്ഷ വിമർശനം. കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ പോലീസ് വീഴ്ച മറച്ചുവെച്ച് SP റിപ്പോർട്ട് നൽകിയെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ കണ്ടെത്തി. ജില്ലാ പോലീസ് മേധാവിയും അന്വേഷണ ഉദ്യോഗസ്ഥനായ കട്ടപ്പന DYSPയും നേരിട്ട് ഹാജരാകണമെന്ന് കമ്മീഷൻ ഉത്തരവിട്ടു. അതേസമയം കമ്മീഷന് മുന്നിൽ ഒന്നും മറച്ചുവെച്ചിട്ടില്ലെന്നും കൃത്യമായി അന്വേഷണം നടത്തി നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇടുക്കി SP TK വിഷ്ണു പ്രദീപ് പ്രതികരിച്ചു. കഴിഞ്ഞ ഏപ്രിൽ 25-നാണ് കൂട്ടാർ സ്വദേശി ആസിഫ് എന്ന വിദ്യാർത്ഥിയെ കട്ടപ്പന SI സുനേഖം CPO മനോജ് P. ജോസും ചേർന്ന് തടഞ്ഞു നിർത്തുകയും മർദ്ദിക്കുകയും ചെയ്തത്. കേസിൽ ഇരുവരെയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. 2024 മെയ് 3-ന് എറണാകുളം DIGക്ക് SP നൽകിയ റിപ്പോർട്ടിൽ ഇരുവർക്കുമെതിരെ ഗുരുതര കൃത്യവിലോപവും വീഴ്ചയുമുള്ളതായി വ്യക്തമാക്കുന്നു. വിദ്യാർത്ഥിയെ മർദ്ദിച്ചു, ആസിഫിനെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചുവെന്നും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ഇതിനുശേഷം ജൂലൈ 2-നാണ് മനുഷ്യാവകാശ കമ്മീഷന് റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ടിൽ ഇത്തരം വിവരങ്ങളെല്ലാം ഒഴിവാക്കിയെന്നാണ് കമ്മീഷന്റെ വിമർശനം. SP-യുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതരമായി കാണുന്നു. കട്ടപ്പന DYSPയും SP-യും നേരിട്ട് ഹാജരാകണമെന്നും കമ്മീഷൻ ഉത്തരവിട്ടു. കട്ടപ്പന DYSP ഇടുക്കി SP-ക്ക് നൽകിയ റിപ്പോർട്ടിൽ ഇരയായ ആസിഫിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അഭിഭാഷകന്റെ സാന്നിധ്യത്തിൽ മൊഴി രേഖപ്പെടുത്തണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. അഭിഭാഷകനെ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി നിർദ്ദേശിക്കണം. ആസിഫിന്റെ മൊഴി അഭിഭാഷകന്റെ സാന്നിധ്യത്തിൽ രേഖപ്പെടുത്തി എല്ലാ പേജിലും ഇരയും അഭിഭാഷകനും ഒപ്പിടണം. ആസിഫിനെ ചികിത്സിച്ച ഡോക്ടറുടെ മൊഴി കട്ടപ്പന DYSP കമ്മീഷനിൽ ഹാജരാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷനുള്ള കാരണവും SP കമ്മീഷനെ അറിയിക്കണം. അടുത്ത മാസം തൊടുപുഴയിൽ നടക്കുന്ന സിറ്റിംഗിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയും കട്ടപ്പന DYSPയും നേരിട്ട് ഹാജരാക്കണമെന്നും കമ്മീഷന്റെ ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ആസിഫിന്റെ ബൈക്ക് കൂട്ടുകാരൻ ഓടിക്കവേ കട്ടപ്പന SI കസ്റ്റഡിയിലെടുത്തു. ബൈക്ക് വിട്ടുകിട്ടുവാൻ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചതാണ് SIക്ക് വൈരാഗ്യമുണ്ടാകാൻ കാരണമെന്ന് ആസിഫ് കമ്മീഷനെ അറിയിച്ചിരുന്നു. SIക്കും CIക്കുമെതിരെയാണ് ആസിഫ് മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകിയത്. എന്നാൽ കമ്മീഷനിൽ നിന്ന് ഒന്നും മറച്ചുവെച്ചിട്ടില്ലെന്ന് SP TK വിഷ്ണു പ്രദീപ് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കേസിൽ കൃത്യമായി അന്വേഷണം നടത്തി നടപടിയും സ്വീകരിച്ചു. ഉദ്യോഗസ്ഥരെ ആദ്യം സ്ഥലം മാറ്റുകയും പിന്നീട് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ലോക്കൽ പോലീസിൽ നിന്ന് കേസന്വേഷണം ക്രൈംബ്രാഞ്ചിനും കൈമാറി. കമ്മീഷനെ നേരിൽ കണ്ട് ഇക്കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തുമെന്നും SP-യും വ്യക്തമാക്കുന്നു. റിപ്പോർട്ടർ ഇടുക്കി.